ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വിജയമുള്ളതാക്കി തീർക്കാൻ, അനുഗ്രഹീതമുള്ളതാക്കി തീർക്കാൻ, ആനന്ദമുള്ളതാക്കി തീർക്കാൻ ഭഗവത്ഗീത നമുക്ക് വ്യക്തമായ ഒരു വഴി കാണിച്ചു തരികയാണ്. ഈ ഒരു വഴിയിലൂടെ നാം യാത്ര ചെയ്യാൻ കരുത്തുള്ളവരാണെങ്കിൽ ജീവിതം പാടെ മാറ്റിമറിക്കാം. എന്ത് ഉണ്ടോ എന്നുള്ളതല്ല, ജീവിതം എങ്ങനെ ആവണം എന്നുള്ളതാണ്. പലർക്കും പല പരാതികളും വേവലാതികളും അസ്വസ്ഥ ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് വരുത്തി വച്ചിരിക്കുന്ന ദുരിതങ്ങൾക്ക് അറ്റമില്ല. ജോലി നഷ്ടപ്പെട്ടവർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്തവർ, പല പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ അലട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ചിന്തിച്ചിട്ട് നിങ്ങൾ അസ്വസ്ഥരാകുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് പ്രശ്നം ഗുരുതരമാവുകയാണ്. അതെന്താണ്? നിങ്ങളെ ആരോഗ്യത്തെ നിങ്ങളുടെ ചിന്തകൾ അലട്ടുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്തൊരു ജീവിതമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും? ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറേ ഗുണമുണ്ടായിരിക്കുക, പക്ഷെ ആരോഗ്യമില്ലേ, നിങ്ങൾ ഹാർട്ട് അറ്റാക്കായിട്ട് അടിച്ചു പോയി. ആ ജീവിതം കൊണ്ട് എന്ത് ഗുണമുണ്ട്? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പൈസ ഇല്ലാത്തതിൻ്റെ പേര് ദുരിതമായിട്ട് ചിന്തിക്കുക. പണം വരുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട് ചത്തുപോവുക. അപ്പം എന്ത് കാര്യമുണ്ട് അതിൽ? അപ്പം അതുകൊണ്ട് സുഖം ഉള്ള സമയത്ത് നാം, അതായത് എല്ലാ സുഖ സൗകര്യങ്ങളുള്ളപ്പോൾ നാം നമ്മുടെ മനസ്സിനെ ഒട്ടും പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പരിശീലിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമുക്ക് ദുരിതങ്ങളൊക്കെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്നത്. ഇനി മുതലെങ്കിലും നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നാം സഞ്ചരിക്കാൻ തയ്യാറാവണം. അപ്പം അതിനേറ്റവും പ്രധാനപ്പെട്ടത് ചില ശീലങ്ങൾ കൃഷ്ണൻ പറയുന്നത് നമ്മൾ പരിശീലിച്ചെടുക്കുക എന്നതാണ്. ആ ഒരു ശ്ലോകത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഗീതയിലെ 3-ാം അധ്യായത്തിലെ 19-ാം ശ്ലോകം നമുക്കത് വായിക്കാം. എല്ലാവരും ഈ ശ്ലോകം മനഃപ്പാഠമാക്കി വയ്ക്കണം. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഊർജവും ശക്തിയും കരുത്തും നിസ്സാരമല്ല. ഇതൊരു വലിയ പരിവർത്തനത്തിൻ്റെ, പ്രചോദനത്തിൻ്റെ, മാറ്റത്തിൻ്റെ ശക്തി തരുന്ന മന്ത്രമാണ്. ഇത് നമുക്ക് ജീവിതത്തിൽ അഭ്യസിച്ച് നേടിയെടുക്കണം. ഒരു പുതിയ ജീവിതം, പരിവർത്തനത്തിൻ്റെ ജീവിതം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളതിന് തയ്യാറായാൽ മാത്രം മതി. അപ്പോൾ ആ ശ്ലോകത്തിലേക്ക് കടക്കാം നമുക്ക്. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. ഒന്നുകൂടി ചൊല്ലാം. തസ്മാദ് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. അസക്തോ ഹി, അസക്ത, തസ്മാത് അസക്ത. ആ അസക്തൻ എന്ന വാക്കാണ് നമ്മൾ അടിവരേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഗാന്ധിജി അനാസക്തി യോഗം എന്നാണ് ഗീതയ്ക്ക് ഭാഷ്യം കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. അനാസക്തി എന്ന് പറഞ്ഞാൽ ആസക്തിയില്ലാത്ത ജീവിതം. അത് വളരെ അർത്ഥപൂർവ്വം മനസ്സിലാക്കണം, അല്ലെങ്കിൽ വളരെ തെറ്റിദ്ധരിക്കുക. ആസക്തി ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുക? ആസക്തി വേണ്ടേ മനുഷ്യന്? ആസക്തി എന്ന് പറഞ്ഞാൽ ഒരു അറ്റാച്ച്മെൻ്റ് എന്നോ അഫെക്ഷൻ എന്നോ അട്രാക്ഷൻ എന്നോ കറുത്തെടുത്തോളൂ നിങ്ങൾ. ഇപ്പം നമുക്കൊരു പരസ്പരം ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇവിടെ ഭഗവാൻ പറയുന്ന അനാസക്തി, ആസക്ത്, ഏതിനോട് ആസക്തനാവരുത്, അസക്ത്, ആസക്തി ഒരിക്കലും ഉണ്ടാവരുത്. ഏതിനോട് ആസക്തി വേണം? അപ്പം നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തണം. ഒന്ന്, ഏതാണ് നമുക്ക് പ്രോഗ്രസ്സിന് വേണ്ടി പ്രയോറിറ്റി, ഏതിന് കൊടുക്കണം, ഏതിനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പം എൻ്റെ ജീവിതം എനിക്ക് ഉത്സാഹത്തോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ നയിക്കണമെങ്കിൽ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിനാണ്? ഞാൻ അതിന് ഒരു ആസക്തി വേണം, ആ ഒരു ജീവിതത്തോട്.
ഒന്നിനോട് ആസക്തി ഉണ്ടെങ്കിലേ വേറൊന്നിനോടുള്ള ആസക്തി വിടുള്ളൂ. അതായത് ഒന്നിനോട് അട്രാക്ഷൻ ഉണ്ടെങ്കിലേ വേറൊന്നിനുള്ള അട്രാക്ഷൻ വിടുകയുള്ളൂ. അതാണല്ലോ അട്രാക്ഷൻ്റെ സ്വഭാവം. ഇപ്പോൾ ഒരു സാധനത്തോട് നമുക്ക് ആകർഷണം വന്നു കഴിഞ്ഞാൽ വേറൊന്നിനുള്ള ആകർഷണം പോയി. ഇപ്പോൾ കുട്ടികളെ തന്നെ നോക്കും, നിങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു കളിപ്പാട്ടം അതിന് കൊടുക്കുമ്പോൾ അത് അതിലങ്ങനെ നിൽക്കും, വേറൊന്ന് കാണുമ്പോഴേക്കും അതിലേക്ക് മനസ്സ് പോയി ആദ്യത്തത് വിട്ടു. ഇതുപോലെ നമ്മളൊക്കെ മാനസികമായിട്ട് ഏതിനോട് ആകർഷണം കാണിക്കണം, ഏതിന് പ്രയോറിറ്റി കൊടുക്കണം, ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, എൻ്റെ ജീവിതം ഊർജമുള്ള, ഉന്മേഷമുള്ള, ഉത്സാഹമുള്ള ജീവിതം ആവണം. അപ്പോൾ ഊർജമുണ്ടാവണമെങ്കിൽ, ജീവിതത്തിനൊരു കരുത്തുണ്ടാവണമെങ്കിൽ, ഉന്മേഷമുണ്ടാവണമെങ്കിൽ ആലസ്യത്തോട് ഞാൻ അനാസക്തനാവണം. ആലസ്യം വിടണം. തസ്മാത് അസക്തനാവണം. അസക്തൻ എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തവൻ, ആസക്തിയില്ലാത്തവനായിത്തീരണം. ആലസ്യത്തെ വിടണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, എങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഒരു കൃത്യനിഷ്ഠയോട് നമുക്ക് ആസക്തി ഉണ്ടെങ്കിലേ ആലസ്യത്തോട് ആസക്തി കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഒന്നിനോട് ആകർഷണം വരുമ്പോഴേ വേറൊന്നിൻ്റെ ആകർഷണം വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിൽ പ്രയോറിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വേറൊന്നത്ര നമുക്ക് പ്രശ്നമുള്ളതായില്ല. പക്ഷെ എളുപ്പമല്ല. ഈ ആലസ്യത്തെ വിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും പിടിച്ചു വരികയോ, എന്തിനാണ് ഇത്ര നേരത്തെ എണീക്കണം, എന്തിനാണ് നേരത്തെ കിടക്കണം, കിടന്നാലും ഉറക്കം വരില്ല. കാരണം ശീലങ്ങൾ മാറ്റിയെടുക്കൽ എളുപ്പമല്ല. പക്ഷെ ശീലിപ്പിക്കണം, നേരത്തെ ശീലിപ്പിക്കണം. ഞാൻ യുവാക്കളോട് പറയുകയാണ്, യുവതികളോട്, ഇന്ന് യുവാക്കളിൽ ഹാർട്ട് അറ്റാക്ക് കൂടി വരുന്നതിൻ്റെ ഒരു കാരണം ഈ ലേറ്റായിട്ടുള്ള കിടന്നുറക്കലാണ്. ഒരുപക്ഷെ ഞാൻ പറയണത് നിങ്ങൾ അംഗീകരിച്ചൊന്നുമില്ല, പക്ഷേ നിങ്ങളെത്ര വൈകി കിടക്കുന്നു, നിങ്ങളുടെ ഉറക്കം ഒരിക്കലും താളത്തിലാവില്ല. ഉറക്കം ഡിസ്റ്റേബ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. നിങ്ങളൊരു സെമി അൺകോൺഷ്യസ് സ്ലീപ്പിലാണ് കിടക്കുന്നത്. ഒരു ഫുൾ സ്ലീപ്പിലേക്ക് നിങ്ങൾ പോവില്ല. അതുകൊണ്ട് എന്ത് പറ്റണു, ആ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് യുവാക്കളിൽ മദ്യശീലം കൂടി വരുന്നത്. കാരണം മദ്യം കഴിച്ചാലേ അവർക്ക് ഉറക്കം വരുന്നുള്ളൂ. പലരും ഉറങ്ങാൻ മദ്യം ഉപയോഗിക്കുന്നവരാണ്. കാരണം കിടന്ന ഉടനെ മയക്കം, ഉറക്കം കിട്ടണം അവർക്ക്. പക്ഷെ മയക്കമല്ല ഉറക്കം. ഉറക്കം എന്നത് വളരെ ഡീപ്പായി പോകണമെങ്കിൽ ഒരു ഡിസിപ്ലിൻ തന്നെ ഫോളോ ചെയ്യണം. 10 മണി എന്നുള്ളൊരു സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങി ശീലിച്ചു നോക്കൂ, നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. അങ്ങനെ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന ആളുകളിൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ കുറവാണ്. ഈ സെമി സ്ലീപ്പിലേക്ക് പോകുന്നവരിലാണ് ഹാർട്ട് അറ്റാക്ക്. കാരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വേഗം ആക്റ്റീവ് ആവും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ ഡിസ്റ്റേബ്ഡാണ് ഉറക്കം. അപ്പോൾ ഈ ഡിസ്റ്റേബൻസ് അവരുടെ ബ്ലഡ് പ്രഷറിനെ സ്വാധീനിക്കും. അങ്ങനെ ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യത. ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഫീൽ ചെയ്യും. അപ്പോൾ അവർക്ക് പേടി വരും. ഈ ഭയത്തിൽ എന്തു പറ്റണോ, ഓവറായിട്ടുള്ള പേടിയും കൂടെ വന്നു കഴിഞ്ഞാൽ പേടി വരും തോറും നമ്മുടെ വാൾവുകളൊക്കെ സങ്കോചിക്കും. അപ്പോൾ പിന്നെ ബ്ലഡ് വേണ്ട പോലെ ഹാർട്ടിലേക്ക് എത്തില്ല. ഓക്സിജൻ കിട്ടാതെ ഹാർട്ട് അടിച്ചു പോകും. ഈ പുലർച്ചെ സമയത്താണ് കൂടുതൽ ആളുകൾ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചിട്ടുള്ളത്. ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാന കാരണക്കാരൻ സ്ലീപ്പ് ശരിയാവാത്തതാണ്. ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ കുറേ പേരെങ്കിലും അംഗീകരിക്കും. കാരണം മെഡിക്കൽ സയൻസ് അത്രയും കാര്യങ്ങളൊക്കെ തെളിയിച്ചു വരുന്നുണ്ട്. ഇപ്പം എനിക്ക് അമ്മമാരോടൊക്കെ പറയുന്നത്, കുട്ടികളെ നിങ്ങൾ രാത്രി വൈകി പഠിപ്പിക്കുന്ന ശീലം ഒഴിവാക്കണം. നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് രോഗി ഉണ്ടാക്കുക. ഒരു 4-5 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് അവരുടെ വാൾവ് മാറ്റി വയ്ക്കലോ സ്റ്റെൻ്റ് ഇടലോ അല്ലെങ്കിൽ അവരെ ഹാർട്ട് സർജറിക്ക് വിധേയനാക്കാലോ നിങ്ങൾ റെഡിയാവുകയാണ്. അപ്പം അതുകൊണ്ട് ജീവിത രീതികൾ മാറ്റം വരുത്താതെ രോഗത്തെ പ്രതിരോധിക്കാൻ സാധ്യമല്ല. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ് തമോ ഗുണത്തെ അതിവർത്തിക്കണം. അതിന് കൃത്യനിഷ്ഠ പാലിക്കണം. രാത്രി കൃത്യനിഷ്ഠയോടെ ഉറങ്ങണം, കൃത്യസമയത്ത് ഉണരണം. അതൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യണം. ഒന്നാമത്തത്. രണ്ടാമത്തത് മനസ്സിൻ്റെ അനാവശ്യ ചിന്തകളാണ്. അതും ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർ മനസ്സിലാക്കുക. ഈ അനാവശ്യ ചിന്തകൾ വരാൻ കാരണം നമുക്ക് പലതിനോടുള്ള ആസക്തിയാണ്. ഇപ്പോൾ മൊബൈൽ, അതിനോടൊരു ആകർഷണമുണ്ട്. അതിലുള്ള വാട്സാപ്പ് മെസ്സേജുകൾ വായിക്കാനും, പലരും അയക്കുന്ന ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് നോക്കാനും,
അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സേജുകൾ നോക്കാനും എത്ര ലൈക്ക് കിട്ടി, അത് യൂട്യൂബിൽ എത്ര പേര് എനിക്ക് എന്താ പറയുക അത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനാവശ്യ ചിന്തകൾ എന്തൊക്കെയോ ഇമാജിൻ ചെയ്ത് ജീവിക്കുകയാണ് പലരും. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഒരിടത്തും കോൺസെൻട്രേറ്റഡ് ആവുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ ഈ അനാവശ്യ ചിന്ത മാറ്റി വെക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ഞാനിത് ഉപയോഗിക്കില്ല. അതാണിപ്പോൾ പല കമ്പനികളിലും സ്ട്രിക്റ്റാക്കി വെച്ചിരിക്കുന്നത്. പല ഓഫീസുകളിലും അവർ മൊബൈൽ ജാമർ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം ആ സമയത്ത് അവർ ഉപയോഗിക്കരുത് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ വർക്ക് സമയത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഇതൊക്കെ വിട്ടുകൊണ്ട് ആ വർക്കിലേക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പരിശീലിക്കണം. അതിനേറ്റവും നല്ലത് ജപ ധ്യാന സംസ്കാരങ്ങളാണ്. അപ്പോൾ പ്രണവമന്ത്രം തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു 20-25 മിനിറ്റ് ഡെയിലി അങ്ങനെ നമ്മൾ തുടക്കം കുറിക്കുക. ഈ സമയത്ത് ഞാൻ മൊബൈലുമില്ല, വേറൊന്നുമില്ല. ഞാൻ ഓങ്കാരം ജപിക്കും കുറച്ച് നേരം. ഓം അങ്ങനെ കുറച്ച് നേരം ജപിച്ച് ഒരു മന്ത്രത്തിൽ അങ്ങനെ മനസ്സിനെ അർപ്പിച്ച് അങ്ങനെ നമ്മൾ മനസ്സിനെ ഒരു ചിന്തയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ഏകാഗ്രമാക്കി അതിൽ ലയിപ്പിക്കുന്ന അതിനോടൊരു ആസക്തി ഉണ്ടാക്കിയാൽ, അതിലൊരു രസം കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളതിലോടുള്ള ആസക്തി ക്രമേണ കുറയും. അപ്പോൾ ഈ അനാവശ്യ ഉത്കണ്ഠകൾ, അനാവശ്യമായ ടെൻഷൻ, അനാവശ്യമായ ആങ്സൈറ്റി ഇതൊക്കെ കുറയും. വെപ്രാളമാണ് പലർക്കും. വെപ്രാളം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ വേണം വെപ്രാളം ചിലയിടത്ത്. ടെൻഷൻ വേണം ചില കാര്യത്തിന്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്ന സമയത്ത് എനിക്കൊരു വെപ്രാളമില്ല, ഞാൻ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ട്രെയിൻ വന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ജാഗ്രത കാണിക്കണം. അതിന് ജാഗ്രത എന്നാണ് പറയുക. അപ്പോൾ ഈ വെപ്രാളം ചിലതൊക്കെ നല്ലതാണ്, പക്ഷെ അനാവശ്യ വെപ്രാളങ്ങളൊക്കെ മറവിയിലേക്ക് എത്തിക്കും. പണ്ട് ഇപ്പോൾ ആ ഒരു തിരുമേനിയുടെ കഥ ഇങ്ങനെയാണ്. അങ്ങൊരു ക്ഷേത്രത്തിൽ പൂജ, പണ്ട് കാലത്താണ് ഈ ചൂട്ട് ടോർച്ചൊക്കെ ഉള്ള കാലത്താണ്. അപ്പോൾ ഇലക്ട്രിക് മറ്റേ സ്ട്രീറ്റ് ലൈറ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ കാലത്ത് ഇയാൾ പൂജയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ദീപാരാധനയൊക്കെ കഴിഞ്ഞ് അത്താഴപൂജയൊക്കെ കഴിഞ്ഞ് അമ്പലമൊക്കെ അടച്ച് വരുമ്പം വഴിയിൽ ഇടവഴികളാണെന്നൊക്കെ, റോഡൊക്കെ കുറവല്ലേ. അപ്പോൾ ഒരു സംശയം, കാലിൽ പാമ്പ് കടിച്ചു എന്ന്. അപ്പോഴേക്കും ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ വന്നു. അപ്പം പണ്ട് കാലത്തൊക്കെ ആൾക്കാർക്ക് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് മേലെ കടിച്ചതിന് മേലെ കെട്ടണം. അപ്പം അന്നൊക്കെ അരഞ്ഞാണൊക്കെ കെട്ടുന്ന കാലമാണ് ആൾക്കാർ. അപ്പോൾ ഈ അരഞ്ഞാണൊക്കെ പൊട്ടിച്ചെടുത്ത് അങ്ങോട്ട് കെട്ടി വരിഞ്ഞ് മുറുക്കി. അപ്പോഴേക്കും അവിടെ തൊട്ടടുത്ത് ഗ്രാമങ്ങളാണ്. അപ്പം ഗ്രാമ റോഡുണ്ട്. ആളുകളൊക്കെ അങ്ങനെ ബഹളമൊക്കെ വെച്ച് ആരെയൊക്കെ അറിയിച്ച്, ഫോണൊന്നുമില്ല, അന്ന് വിളിച്ച് പറഞ്ഞൊക്കെ വരണം ആൾക്കാർ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് കൊടുത്ത് ഓടിച്ചെന്നൊരു ജീപ്പൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ ജീപ്പ് വന്ന് എടുക്കടാ പിടിക്കടാ ഓടറാ എന്നൊക്കെ പറഞ്ഞ് ഇയാളെല്ലാവരും കൂടെ അവിടെ കൊണ്ടിരുത്തി ആ റോഡ് സൈഡിൽ. എന്നിട്ട് കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ജീപ്പ് അങ്ങോട്ട് വന്നു. ഇതോ ജീപ്പ് വരുന്ന ഇപ്പോൾ വരും എന്നൊക്കെ ഒരു ടെൻഷൻ. കൊണ്ടുവരാൻ പറയടാ, അവിടെ നിന്ന് തിരിക്കും, ഇവിടെ നിന്ന് എനിക്ക് ബഹളത്തോട് ബഹളം. സാരം ജീപ്പ് അങ്ങോട്ട് വന്നു. ആൾക്കാരങ്ങോട്ട് കയറലും. കുറച്ച് കഴിഞ്ഞ് റോഡ് സൈഡിൽ നിന്ന് ഒരു ശബ്ദം, ദേ എന്നെയും കൂടി കൊണ്ടുപോകണേ, എന്നെയാ പാമ്പ് കടിച്ചതെന്ന്. ആ മനുഷ്യനെ അവിടെ ഇട്ടിട്ട് അവർ പോയി. അപ്പോൾ കടിച്ചത് ആരാണെന്നുള്ള ബോധമൊന്നുമില്ല. ഈ വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് ആളുകൾ ഓട്ടം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് തമാശയാണ്. എൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന അമ്മമാരുടെയൊക്കെ വെപ്രാളം ധാരാളം കണ്ടിട്ടുള്ള ആളാണ്. അതായത് പല ഈ ക്യാമ്പുകൾ നടത്തുമ്പം എല്ലാവരും ട്രെയിനൊക്കെയാണ് വരിക. ട്രെയിൻ വന്ന് ഇങ്ങോട്ട് പോരാൻ നേരത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ നേരത്ത് അതേ ട്രെയിൻ വന്ന് കയറി ഓടുമെന്ന്. അവസാനം എന്താ, ബാഗൊക്കെ റോഡ് വഴിയിലിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് ഒക്കെ കയറിയിട്ടുണ്ടാവും. പിന്നെ നാട്ടുകാർ നോക്കണത് ആരുടെ ബാഗെന്ന്. മനസ്സിലായില്ലേ? ഒക്കെ വെപ്രാളാണ്. അപ്പോൾ ഈ തരത്തിൽ വെപ്രാളത്തിൻ്റെ കഥയൊക്കെ എനിക്ക് ധാരാളം പറയാനുണ്ട്. ഒരു ഹരിദ്വാറിൽ നിന്ന് വരുമ്പോഴാണ് ഒരമ്മ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കൂടെയുള്ളവർ കയറിയില്ലേ എന്നൊരു സംശയം. കാരണം ആ സമയത്ത് ട്രെയിൻ അധികം നിൽക്കാൻ പറ്റിയില്ല ആവണോ. അപ്പോൾ അതുകൊണ്ട് പലരും പല കമ്പാർട്ട്മെൻറ്റിലും കയറി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ട്രെയിനിൽ കയറിയല്ലോ. ഇവരത് നോക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി നോക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് ട്രെയിൻ പോയി. ആകെ പരിഭ്രമം. അവസാനം വരെ പൊക്കി കൊണ്ടുവന്ന് ഫ്ലൈറ്റിൽ തിരിച്ച് പറഞ്ഞയക്കേണ്ടി വന്നു. ഈ തരത്തിലൊക്കെയുള്ള കഥകൾ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനാവശ്യ ചിന്തകൾ വരാതിരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. നമ്മളൊക്കെ പറയും എനിക്ക് വേണ്ടാത്ത ചിന്തകൾ വരുന്നു. പലർക്കും ജോലി സ്ഥലത്തുണ്ടല്ലോ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ടെൻഷനാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, കാരണം മനസ്സിൽ ഓൾറെഡി ചില ഫിക്സഡ് ചിന്തകൾ കിടക്കുകയാണ്.
അപ്പോൾ അവരോട് ചോദിക്കാൻ നോക്കൂ ഇതെന്തായി സാറേന്ന്. നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഒരൊറ്റ കാര്യം ചെയ്താൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അതായത് ഓരോ ഓഫീസിലും ജോലി കഴിഞ്ഞ് പുറത്തു വരുന്ന ആളുകളുടെ അവരെക്കുറിച്ചുള്ളൊരു സർവേ നടത്തുക. എത്ര പേർക്ക് ഇന്ന് ഉപകാരപ്രദമായ ജോലി ചെയ്തു എന്നുള്ളത്. ഇപ്പം ഇന്ന് ഫീഡ്ബാക്ക് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു സാധനമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കണമല്ലോ. എങ്ങനെയാണ് നമുക്ക് സമയത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ, അത് പ്രോപ്പറായിരുന്നോ, പാർസൽ വേണ്ട രീതിയിൽ പാക്കിംഗ് ഉണ്ടായിരുന്നോ, പ്രൊഡക്റ്റ് ഗുണമുള്ളതാണോ എന്നൊക്കെയുള്ളൊരു ഫീഡ്ബാക്ക് കൊടുക്കണം. ഇതുപോലെ ഒരു ഫീഡ്ബാക്ക് ഓരോ സ്റ്റാഫിനെക്കുറിച്ചും അവരുടെ ബിഹേവിയർ ശരിയാണോ, അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് ആ ഫീഡ്ബാക്കിനനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഇവിടുത്തെ വർക്കിംഗ് കൾച്ചർ ടോട്ടലി മാറും. കാരണം അവനവൻ്റെ ഉള്ളിലുള്ള ദുഷ്ടചിന്തകളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വരുന്ന ആളുകളോട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യും. കാരണം തന്നെക്കുറിച്ച് എഴുതി വെക്കേ, തന്നെക്കുറിച്ച് അവിടെ അത് കമ്പ്യൂട്ടറിൽ ബേസ്ഡ് ആയിരിക്കും. കാരണം പുസ്തകത്തിൽ എഴുതിയാൽ ആ പേജ് തന്നെ ആൾക്കാർ മാറ്റും. അത് നമ്മുടെ നാടാണ്. കാരണം എഴുതി വെച്ച പേജ് പിറ്റേ ദിവസം അവിടെ കാണില്ല, വേറെ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എല്ലാവരും പറയുക, കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നിന്ന് പറയാം, ഞാൻ ഇന്ന് ഇന്ന ആളുടെ അടുത്ത് പോയി അവരെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായി എന്നെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഒരു കോപ്പറേറ്റീവ് ആയിരുന്നില്ല. ഈ തരത്തിൽ പറയുമ്പോൾ റെക്കോർഡ് ചെയ്ത് മെസ്സേജുകളാക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഓരോ ഓഫീസിലും വെച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ പ്രൊമോഷൻ കൊടുക്കുള്ളൂ എന്നുള്ളൊരു നിശ്ചയം ഓരോ സർക്കാർ ഓഫീസുകളിലും വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് വർക്ക് മാറും. കൃഷ്ണൻ പറഞ്ഞു വളരെ സത്യമല്ലേ. അനാസക്തി വേണം, ആവശ്യമില്ലാത്തത് മാറ്റണം. മനസ്സിലൊരുപാട് പ്രശ്നം ഉണ്ടാവും, പക്ഷേ ജോലി സ്ഥലത്ത് അത് കൊണ്ടുവരരുത്. അവിടെ അത് ആസക്തിയെ വിടണം, അതിനെ അയവിറക്കുന്നത് വിടണം, അതിനെ സ്മരിക്കുന്നത് വിടണം, അതിനെ ഒഴിവാക്കണം. വർക്കിംഗ് സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കസ്റ്റമേഴ്സും തൻ്റെ മുന്നിൽ സഹായത്തിന് വന്നവരും. അല്ലാതെ നമ്മൾ എത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. നിങ്ങൾ കണ്ടില്ലേ സെക്രട്ടേറിയറ്റിൽ തന്നെ വർക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാർ കുറ്റപ്പെടുത്തുന്നത്. അവർ ഈ ഒരു സിസ്റ്റം വെക്കട്ടെ, ഞാൻ ചാലഞ്ച് ചെയ്യാം, ഇങ്ങനെയൊരു സിസ്റ്റം വെക്കട്ടെ. ഓരോ സ്റ്റാഫിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക്, ഇവരുടെ പെരുമാറ്റം നന്നായിരുന്നു, പിന്നെ അത് ശരിയാണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് CCTV സിസ്റ്റങ്ങൾ വെക്കാമല്ലോ. അതൊന്ന് വെരിഫൈ ചെയ്താൽ മതി. അല്ല ഇനി ചിലപ്പോൾ രാഷ്ട്രീയ പകയുള്ളതും മറ്റുള്ള പകയൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞതെന്നുള്ളത് പറയാതിരിക്കാമല്ലോ. അപ്പം ആ ബേസിൽ മാത്രമേ പ്രൊമോഷൻ കൊടുക്കുക, അല്ലാതെ ഒരിക്കലും പ്രായത്തെ ബേസ് ചെയ്തിട്ടോ അയാളുടെ യോഗ്യതയെ ബേസ് ചെയ്തിട്ടോ കൊടുക്കരുത്. കാരണം പെരുമാറ്റം നല്ലതല്ല, ഒരു ആളെ ഹെൽപ്പിംഗ് മൈൻഡില്ല, ഒരു ഫയൽ വേഗത്തിൽ മൂവ് ചെയ്യാനുള്ള ഇൻ്റലിജൻസ് ഇല്ല എങ്കിൽ അവരൊക്കെ വച്ചിരുന്നിട്ട് എന്ത് കാര്യം? അവർക്ക് ശമ്പളം കൊടുത്തിട്ട് ഈ ജനങ്ങളുടെ പണം കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അവർ PSC പാസ്സായോ അവർ ASC പാസ്സായോ എന്നുള്ളത് ഡിഫറൻറ്റ്. കാരണം ഏത് പൊട്ടനും പാസ്സാവാൻ കുത്തിയിരുന്ന് പഠിച്ചാൽ പറ്റും. പക്ഷെ അവരുടെ ആ കഴിവ് അവർക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെക്കൊണ്ട് എന്ത് ഗുണം സൊസൈറ്റി? അവർ PSC പാസ്സായതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണം? അതെല്ലാം ഒരു ഇനീഷ്യലി ഒരു സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ലേറ്റർ ഓൺ അവരിലെ ക്വാളിറ്റി ഓഫ് വർക്ക്, അവരെ ക്വാളിറ്റി ഓഫ് ആൾക്കാരോട് റിലേഷൻഷിപ്പ്, അതൊന്നും ഇമ്പ്രൂവ് ചെയ്യാതെ ഒരു പ്രൊമോഷനും കൊടുക്കരുതെന്നൊരു നിയമം പാസ്സാക്കാൻ ഗവൺമെൻറ്റുകൾ തയ്യാറുണ്ടോ? ഗീത അതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുക. ഇതുപോലെ സ്കൂളുകളിലും അധ്യാപകർ അവരെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ കുട്ടികളെ കൊണ്ട് പറയണം, ഈ അധ്യാപകൻ പഠിപ്പിച്ചിട്ട് ശരിയാണ്. അപ്പോൾ ഭൂരിപക്ഷം കുട്ടികൾ ഒരു അധ്യാപകനെക്കുറിച്ച് പറയേണ്ടത് അധ്യാപകനെ മാറ്റണം, ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു ടീച്ച്. കാരണം വെറും പുസ്തക പുഴുക്കളായ അധ്യാപകന്മാരെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഈ തരത്തിൽ കൃഷ്ണൻ പറയുന്നത് എത്ര സത്യമാണ്. അസക്ത സതതം, ഒരു കാര്യം ചെയ്യുമ്പോൾ വേറെ ഒന്നിനോട് ആസക്തിയുള്ളവൻ, അതായത് തൻ്റെ ചില സ്വഭാവങ്ങളോടോ തൻ്റെ ചില ഇഷ്ടങ്ങളോടോ ആസക്തിയുള്ളവന് പെർഫോം ചെയ്യാൻ പറ്റില്ല. അവൻ്റെ മൈൻഡ് ഫ്രീ അല്ല. കാരണം ഓൾറെഡി മൈൻഡിൽ കുറേ വേണ്ടാത്ത ചിന്തകളും ഉത്കണ്ഠകളും ആകാംക്ഷകളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും വെച്ചിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ളവന് പെർഫോം ചെയ്യാൻ പറ്റില്ല. ആ പെർഫോം ചെയ്യാൻ പറ്റാത്തവരെ കൊണ്ട് സൊസൈറ്റിക്ക് ഉപകാരമില്ല. അപ്പം പെർഫോം ചെയ്യാൻ പറ്റുന്നവൻ്റെ മൈൻഡ് വളരെ ക്ലിയറാണ്. അപ്പോൾ ഇവരൊക്കെ മനസ്സ് ശരിയാക്കാൻ നോക്കും. കാരണം അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പ്രൈവറ്റ് സിസ്റ്റം വന്നപ്പോൾ ഉള്ള ഗുണം എന്താണ്? പ്രൈവറ്റിൽ കോമ്പറ്റീഷൻ വന്നു, അവിടെ ക്വാളിറ്റി ഓഫ് വർക്ക് നോക്കിയിട്ടാണ് ഓരോരുത്തരെയും പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിന് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. കാരണം പല പ്രൈവറ്റ് മേഖലകളും അടിച്ചു കയറി.
അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റിയെടുക്കാനുള്ള ഒറ്റ വഴി ഇതേ ഉള്ളൂ. നിങ്ങൾ ഈ സിസ്റ്റം എത്ര നിങ്ങൾ എന്താ പറയുക ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടും എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആളുകൾ, ഇനിയിപ്പോൾ ജനങ്ങൾ ബിഹേവ് ചെയ്യുന്നത് അതും ശരിക്കും നോക്കണം. ഏതെങ്കിലും ഒരു ആൾ വളരെ റഫായിട്ടൊരു ഉദ്യോഗസ്ഥനോടോ മറ്റുള്ളവരോടോ പെരുമാറുന്നുവെങ്കിൽ അവർക്കും ഫൈൻ ഇടണം, ആ കസ്റ്റമർക്ക് ഫൈൻ ഇടണം. കാരണം അവൻ്റെ പെരുമാറ്റം ശരിയല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് സർവീസ് ചെയ്യുമ്പോഴും അതിന് ഫൈൻ ഇട്ടിട്ട് തന്നെ നോക്കൂ. നിങ്ങൾ ഞാനീ പറയുന്നത് സിംഗപ്പൂരിൽ ഒരു ഹോട്ടലുണ്ട്, ലോട്ടസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അതെന്താ ഞാൻ എടുത്ത് പറയാൻ കാരണം അത് ബുദ്ധിസ്റ്റുകൾ നടത്തുന്ന ഒരു ഹോട്ടലാണ്, പ്യുവർ വെജിറ്റേറിയൻ. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ $100 കൊടുക്കണം എന്നാണ്. വേസ്റ്റേജിന് മാത്രം $100, അത് സിംഗപ്പൂരിയൻ ഡോളർ. അപ്പോൾ പിന്നെ ആരാ വേസ്റ്റാക്കുക? അപ്പോൾ ആദ്യം അവിടെ ഹോട്ടലിൽ കയറാൻ ഒരു നിബന്ധനയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അവർക്ക് കൊടുക്കണം. അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ടാണ് അവർ അതിൻ്റെ അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നാൽ മതി. അവരതാ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയുള്ളവർ വന്നാൽ മതി, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഒരു 10-60 ഐറ്റംസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ആരും ചോദിക്കാനുമില്ല, ആരും പറയാനുമില്ല. നിങ്ങൾ 3 മണിക്കൂറിലധികം ഇരിക്കാൻ പറ്റില്ല. രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നിട്ട് തിന്നാമെന്ന് വിചാരിക്കരുത്. 3 മണിക്കൂർ മാക്സിമം, അതിനപ്പുറത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നിങ്ങളുടെ സമയം ടൈം ഔട്ട്. ആരും ഇരിക്കില്ല, കാരണം ഒരുവിധം കൾച്ചറുള്ളവരൊന്നും 3 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂറൊക്കെ അവർ വല്ല മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് പലരും വരും, അവരൊക്കെ ഇരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് സംസാരിക്കാം, എന്താ പറയുക, ഭക്ഷണം കഴിക്കാം. എന്നാൽ അതിൽ കൂടുതൽ ഇരിക്കാൻ അവർ സമ്മതിക്കില്ല. ഏതായാലും അവിടെ ഈ ഒരൊറ്റ നിബന്ധനയുള്ളൂ. അവർ ലാസ്റ്റ് ബില്ല് തരുന്നത് നമ്മളടുത്ത് വന്ന് നോക്കി, നമ്മുടെ പ്ലേറ്റുകളൊക്കെ നോക്കി, നമുക്കിനി അതൊന്ന് എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്യാന്ന് വിചാരിച്ചാൽ അവിടെ ഡിസ്പോസിബിൾ ഏരിയ ഇല്ല, അതൊക്കെ അവരെന്നെ അടുത്ത് കൊണ്ടുപോവുക. അപ്പം നമുക്ക് കൊണ്ട് ഒളിപ്പിച്ചിടാൻ പറ്റില്ല. ഒരു എന്താ പറയുക, വാഷ് ബേസിനൊക്കെ പുറത്താണ്, ഹോട്ടലിൻ്റെ പുറത്താണ് വാഷ് ബേസ്, കൈ കഴുകാനുള്ളത്. ഹോട്ടലിൻ്റെ ഉള്ളിലൊന്നുമില്ല. അപ്പോൾ അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയി നമുക്ക് വിചാരിക്കുക എന്നാൽ ഈ വേസ്റ്റൊക്കെ കൂടെ എടുത്തിട്ട് ടിഷ്യൂലിട്ട് പൊതിഞ്ഞ് കൊണ്ട് കളയാം, അതും അവിടെ സമ്മതിക്കില്ല. അപ്പോൾ ആ തരത്തിലുള്ളൊരു ഹോട്ടലിൽ പോയാൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കും, ഒന്നും ആർത്തി കൊണ്ട് കണ്ടമാനം എടുക്കില്ല, എന്നിട്ട് പകുതി മുക്കാൽ വേസ്റ്റ് ആക്കില്ല. ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന അമ്മമാർക്ക് പറ്റുന്ന അപകടം, അവന് അതും വേണം ഇത് വേണം ഒക്കെ വേണം എന്നിട്ട് ഒന്നും കഴിക്കില്ല, അതിന് കഴിക്കാനുള്ള കഴിവില്ല, എന്നിട്ട് അതെല്ലാം പകുതി കഴിച്ച് വേസ്റ്റ് ആക്കുക. അപ്പം അങ്ങനെയുള്ളവരൊന്നും ആ വഴിക്കുമില്ല. ഒരൊറ്റ കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കുട്ടികളെ കൊണ്ടുവന്നാൽ തന്നെ പാരൻസ് വളരെ അലേർട്ടാവും, കാരണം എങ്ങാനും വേസ്റ്റായാൽ $100. ഞാനിതെന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ചില കൾച്ചർ പഠിച്ചെടുത്തേ പറ്റുള്ളൂ, ശീലങ്ങൾ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ ചെയ്യാനും മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ ചെയ്യാനും ഉള്ള പരിശീലനം. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളത് വേസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാവുക, അനാസക്തനാവുക. എന്താണ്, നമ്മുടെ സ്വഭാവങ്ങളോട് ആസക്തി ഇല്ലാതിരിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക. ആ രീതിയിൽ മനസ്സിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതാണ് കൃഷ്ണൻ പറയുന്ന ഒരു സക്സസ്ഫുൾ ലൈഫിന് വേണ്ടുന്നത്. അപ്പം നാം ഒന്ന് പരിശീലിച്ച് നോക്കൂ. ഇത് നമ്മളെന്ത് ചെയ്യുന്നോ അത് അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമാവട്ടെ, എന്നെക്കൊണ്ട് എന്താ ഉപകാരം. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ചില പിടുത്തങ്ങളെ നമുക്ക് വിടാൻ പറ്റും, നമ്മുടെ ചില സ്വഭാവങ്ങളെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ സ്വഭാവങ്ങളോടാണ് നമ്മൾ ആസക്തി ഒഴിവാക്കേണ്ടത്, അനാസക്തരാവേണ്ടത്. നല്ലതിനോട് നമ്മൾ ആസക്തി, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഒന്നിനോട് ആകർഷണം കാണിക്കുമ്പോഴാണ് വേറൊന്നിനോടുള്ള ആകർഷണം വിടാൻ പറ്റുന്നത്. ഈ രീതിയിൽ നമ്മുടെ ജീവിതം വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ അവരെപ്പോഴും വിജയിച്ചവരാണ്. കാരണം അവരെക്കുറിച്ച് മറ്റുള്ളവർക്കും മതിപ്പുണ്ടാവും, താൻ ചെയ്യുന്നതിൽ സംതൃപ്തി ഉണ്ടാവും, കാരണം താൻ ചെയ്യുന്നത് വളരെ ശരിയാണെന്നുള്ളൊരു കൃതാർത്ഥത, ഒരു പെർഫെക്ഷൻ അവർക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. ഇതല്ലേ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് മുഴുവൻ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.